ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 2 ഭാഗങ്ങളിലായി നാം ദൈവത്തിൻ്റെ വിലപ്പെട്ട ദൂതുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. കഴിഞ്ഞ 2 ഭാഗങ്ങളിലായി ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ഈ ഭൂമിയിലെ ദൈവസഭയുടെ ഗുണങ്ങളെപ്പറ്റി പഴയ നിയമ കാലഘട്ടങ്ങളിലെ തിരുവെഴുത്തുകളിൽ കൂടെ, അപ്പോസ്തോലിക ആദിമസഭയുടെ പ്രവർത്തനങ്ങളിൽ കൂടെയൊക്കെ വിവിധ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് നാം പരിശോധിക്കുകയായിരുന്നല്ലോ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ കൂട്ടം, ദൈവത്താൽ നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്ന ഒരു വലിയ ജനത, മഹാശക്തിയോടെ പ്രവർത്തിക്കുന്നതും ഏകമനസ്സും ഏകഹൃദയവും നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് തങ്ങളുടെ സേവനത്തെ കാഴ്ചവയ്ക്കുന്നതുമാകുന്ന നല്ല അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ സഭ. ശ്രദ്ധിക്കുക, 2 മാധ്യമങ്ങളിൽ കൂടെ നാം ഈ വിഷയത്തെ സംബന്ധിച്ച് നാം പരിശോധിച്ചു. ഒന്ന്, പഴയ നിയമ കാലഘട്ടത്തിലെ വിശുദ്ധ തിരുവെഴുത്തുകളിൽ കൂടെ. 2, ആദിമ സഭയിലെ അനുഭവങ്ങളിൽ കൂടെ. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് എന്ത് സഭയെക്കുറിച്ച് ദർശിക്കാൻ സാധിക്കും, എന്ത് ക്വാളിറ്റീസാണ് ഈ സഭയിൽ കൂടെ യേശുക്രിസ്തു നമുക്ക് നൽകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ നമുക്ക് ശരിയായൊരു മാർഗം ഈ വിഷയത്തിൽ നമുക്ക് വെളിപ്പെടുവാൻ സാധ്യമല്ല. എന്നാൽ തിരുവെഴുത്തുകളിൽ കൂടെ പറഞ്ഞത് തെറ്റാണ് എന്നല്ല. യേശുക്രിസ്തുവിൽ കൂടെ നാം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് അത് പോകുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായ രീതിയിൽ സഭയെ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ കാഴ്ചപ്പാടിൽ സഭയുടെ പവിത്രതയെ ഏറ്റവും വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ട് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അതിനെ വിശദീകരിച്ചു എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എഫേസ്യ സഭയിൽ വേണ്ടതാകുന്ന സഭയെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതിന് വേണ്ടി പൗലോസ് ചില കാര്യങ്ങൾ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ സംസാരിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് സകലത്തിലും ക്രിസ്തു ആകുന്ന തലയോളം വളരേണമെന്ന് പൗലോസ് ഇവിടെ എഫെസ്യ സഭയ്ക്കൊരു ദൂത് കൊടുക്കുന്നു. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ്യത്തിൽ സഭ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്ന ഒരു അനുഭവത്തിൽ വളർന്നു വരേണ്ട ഒന്നാണ് എന്നതാണ്. ഇത് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ് അപ്പോസ്തലൻ പൗലോസ് ഈ വാക്യം ഇവിടെ ഉപദേശിക്കുന്നത്. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്, ഇങ്ങനെ സ്നേഹത്തിൽ നിങ്ങൾ സത്യം സംസാരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന തലയോളം നിങ്ങൾക്ക് വളരാൻ കഴിയും എന്നുള്ളതാണ്. കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സഭ എങ്ങനെ ആയിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വീക്ഷണത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ വീക്ഷണത്തിൽ തന്നെ പൗലോസിൻ്റെ അഭിപ്രായം കൂടെ നാം ഈ വിഷയത്തിൽ പരിഗണിക്കുകയാണ്. സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്ന ഒരനുഭവം, ഇത് ദൈവസഭയുടെ മുഖമുദ്രയാണ്. ഏതൊരു മനുഷ്യനെയും സത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, ദൈവിക മാർഗത്തിലേക്ക് അവനെ നയിക്കുന്നതിന് സ്നേഹത്താൽ അവനോട് സംസാരിക്കപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റങ്ങളൊന്നും സ്നേഹത്തിലല്ല എങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് എത്ര വിലപ്പെട്ട സത്യമാണെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ ആ മനുഷ്യന് സാധിക്കുകയില്ല. അവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് സത്യം സ്നേഹത്തോടുകൂടെ അവനോട് സംസാരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഒരിക്കൽ ഒരു രാജാവ്
തൻ്റെ ആയുസ്സിനെക്കുറിച്ച് അറിയുവാൻ ഒരു ആകാംക്ഷ പ്രകടിപ്പിച്ചു. അത് തികച്ചും ന്യായമാണ്. നമുക്കറിയാം, രാജാക്കന്മാരൊക്കെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് തടസ്സം നിൽക്കുവാൻ ആർക്കും സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞു, ആരെവിടെ? ജ്യോത്സ്യനെ കൊണ്ടുവാ, എൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് നാം അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ പടയാളികൾ പോയി, ബന്ധപ്പെട്ടവർ പോയി ഒരു ജ്യോത്സ്യനെ കൊണ്ടുവന്നു. പ്രവചനങ്ങളൊക്കെ പരിശോധിച്ച് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മുൻകൂട്ടി പറയുന്ന ആളുകളെ അവിടെ കൊണ്ടുവന്നു. അവർ വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ വെച്ചത് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ആയുസ് ഈ 1 വർഷവും കൂടെ മാത്രമേ കാണുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അങ്ങ് മരിച്ചു പോകും എന്ന് ദുഃഖത്തോടുകൂടെ, വ്യസനത്തോടുകൂടെ ആ പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു. സത്യം ശരിയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ കണക്കുകളൊക്കെ കൂട്ടി നോക്കിയപ്പോൾ അത് സത്യമാണെന്ന് ഒരുപക്ഷെ തെളിഞ്ഞു. ഇവിടെ ഈ തിരുവചന ഭാഗത്തോടുകൂടെ ബന്ധപ്പെടുത്തി ഇത് സംസാരിക്കുന്നത് ഈ മാർഗത്തിൽ കൂടെ സത്യം അറിയാം എന്നുള്ളതിനെ പ്രകീർത്തിക്കുകയല്ല, നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. രാജാവിന് കോപം വന്നു, പടയാളികളെ വിളിച്ചു, ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളയുവാൻ ആജ്ഞാപിച്ചു. വീണ്ടും രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ എൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് എന്നെ അറിയിക്കുവാൻ ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ വന്നാൽ ഈ രാജ്യത്തിൻ്റെ പകുതിയോളം ഞാൻ നൽകും, ഒട്ടനവധി സമ്മാനങ്ങൾ തരും, ഒരുപാട് കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകും എന്നൊക്കെ വലിയ വാഗ്ദാനങ്ങളും രാജാവ് കൊടുത്തു. എന്നാൽ ആദ്യ സമയത്തെ രാജാവിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ച് കേട്ടറിഞ്ഞ പലരും വീണ്ടും ഈ രാജാവിനെ കാണുവാൻ മടിച്ചു. എന്നാൽ ആ രാജ്യത്തിലെ ബുദ്ധിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഈ രാജാവിനെ ചെന്ന് കാണുവാനായിട്ട് ആഗ്രഹിച്ചു. ഇദ്ദേഹവും ചെന്നു, തൻ്റെ ഉപകരണങ്ങളൊക്കെ നിരത്തിവെച്ചു. പരിശോധിച്ചപ്പോൾ അദ്ദേഹവും ഉള്ളിൽ ഞെട്ടലോടെ ഈ വിവരം തിരിച്ചറിഞ്ഞു, രാജാവിന് ഈ 1 വർഷവും കൂടെ മാത്രമേ ആയുസ്സുണ്ടാവുകയുള്ളൂ എന്ന്. എന്നാൽ തനിക്ക് മുമ്പ് വന്ന അനേകം വിദ്വാൻമാരുടെ അവസ്ഥയോർത്ത് ഇതെങ്ങനെ രാജാവിനെ അറിയിക്കുമെന്ന് അദ്ദേഹം വല്ലാതെ പരിഭ്രാന്തനായി. എന്നാൽ മനുഷ്യൻ ഒടുവിലൊരു സൂത്രം ഉപയോഗിച്ചു. ഇതൊക്കെ പരിശോധിച്ചിട്ട് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് മരിക്കുന്നതിന് മുമ്പുള്ള 1 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ സുവർണകാലമായിട്ട് അറിയപ്പെടും, സ്വർണ്ണ സാമ്രാജ്യമെന്ന് അറിയപ്പെടും. അങ്ങ് മരിക്കുന്നതിന് മുമ്പുള്ള ഈ 1 വർഷക്കാലം ഏറ്റവും അനുഗ്രഹീതമായ ഭരണമായിരിക്കും ഈ രാജ്യത്ത് നടക്കുക. അങ്ങനെ അങ്ങയുടെ പേരും പ്രശസ്തിയും വാനോളം ഉയരും എന്ന് പറഞ്ഞു. ഇത് കേട്ട രാജാവിന് വളരെയധികം സന്തോഷം തോന്നി. കൊള്ളാം, ഈ 1 വർഷക്കാലം എൻ്റെ ഭരണം എത്ര നന്നായിരിക്കുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി ഇത്ര നല്ലതുപോലെ പറഞ്ഞ ഈ മനുഷ്യൻ എത്ര വലിയ മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാലൊന്ന് ഓർക്കുക, ഇതേ സത്യം തൻ്റെ മുഖത്ത് നോക്കി ഞാൻ 1 വർഷത്തിനുള്ളിൽ മരിച്ചു പോകും എന്ന് വിധി എഴുതുവാൻ ഇവനൊക്കെ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചിന്തിച്ചിട്ടാണ് ആദ്യം കടന്നു വന്ന പണ്ഡിതന്മാരുടെ തല വെട്ടിക്കളയുവാൻ ഇദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചത്. എന്നാൽ പിന്നീട് വന്ന തൻ്റെ പ്രശസ്തിയെക്കുറിച്ചും തൻ്റെ ഭരണ നൈപുണ്യത്തെക്കുറിച്ചുമൊക്കെ വാനോളം പുകഴ്ത്തി അത് പറഞ്ഞ ആ പണ്ഡിതന് രാജാവ് ഒട്ടനവധി സമ്മാനങ്ങൾ കൊടുക്കുകയും രാജ്യത്തിൻ്റെ പകുതിയോളം കൊടുക്കുകയും ഏറ്റവും അനുഗ്രഹീതമായ ജീവിതത്തിന് ആ പണ്ഡിതനുടമയായി തീരുകയും ചെയ്തു. ശ്രദ്ധിക്കൂ, ഇവിടുത്തെ വ്യത്യാസം എന്താ? ആദ്യം രാജാവിനെ മുഖം കാണിച്ച പണ്ഡിതൻ പറഞ്ഞ സത്യവും രണ്ടാമത് സംസാരിച്ച അല്ലെങ്കിൽ പിന്നീട് ഏറ്റവും ഒടുവിൽ കടന്നു വന്ന പണ്ഡിതൻ പറഞ്ഞ കാര്യവും സത്യം തന്നെയായിരുന്നില്ലേ? രണ്ടും സത്യം തന്നെയായിരുന്നു. പക്ഷേ ഒരൊറ്റ കാര്യം, അത് സ്നേഹത്തിൽ സന്ദർഭോചിതമായി അറിയിച്ചു എന്നുള്ളതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എന്തുകൊണ്ട് ഈ വാക്യം ഉപയോഗിക്കുന്നു? സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്ന്. സത്യം ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസഭയുടെ വക്താക്കൾ ഇന്ന് മറ്റുള്ളവരുടെ മനസാക്ഷിയെ നോവിക്കുകയും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുകയും സത്യത്തിൻ്റെ വില ഒരിക്കലും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാത്ത രീതിയിൽ സ്വാർത്ഥമായ കാര്യങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ വളച്ചൊടിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സഭയ്ക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നാം അറിഞ്ഞ സത്യം സംസാരിക്കുക എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഗുണമെന്നില്ലേ? ഒരു വാതിൽ അടയുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഒരു വാതിൽ തുറക്കപ്പെടുവാനോ എത്രയധികം സാഹസങ്ങൾ, പ്രവൃത്തികൾ അതിൻ്റെ പിറകിലുണ്ടാകും. ഇന്ന്
സ്നേഹത്തിലല്ലാതെ ഞാൻ സത്യം സംസാരിക്കുന്നെങ്കിൽ ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാകും? അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ ഈ വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സഭ എന്നുള്ളത് ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ സത്യം സംസാരിക്കുന്ന, എന്നാൽ സ്നേഹത്തോടുകൂടെ അത് അറിയിക്കുന്ന ഒരു വ്യക്തികളുടെ കൂട്ടമാണ് ഇതെന്നാണ് തിരുവചനം നമ്മെ അനുശാസിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത ഒരു വാക്യം നമുക്ക് വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ 5-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്ന ദൂത് ഇതാണ്. ദയവായി ശ്രദ്ധിക്കുക. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം. കറ, ചുളുക്കം മുതലായ യാതൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിനും തന്നെ. ദൈവിക വീക്ഷണത്തിൽ ഒരു സഭയ്ക്കുണ്ടായിരിക്കേണ്ട, ദൈവത്തിൻ്റെ സഭയ്ക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ യോഗ്യത എന്ന് പറയുന്നത് കറ, ചുളുക്കം മുതലായ യാതൊന്നും ഇല്ലാതെ. ശ്രദ്ധിക്കുക, കറയുണ്ടാകരുത്, ചുളുക്കമുണ്ടാകരുത്. എന്താണ് ഇതിൻ്റെ ആത്മീയമായ അർത്ഥം? മാത്രമല്ല, സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിനും തന്നെ. കറയോ ചുളുക്കമോ കളങ്കമോ ഇല്ലാത്ത അനുഭവത്തിലായിരിക്കണം ദൈവസഭയുടെ ദർശനം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ ഭൂമിയിലെ സഭയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അത് ദൈവദത്തമാണ്. ദൈവത്തിൽ നിന്നും ലഭിച്ച ദർശനമനുസരിച്ച് അപ്പോസ്തലനായ പൗലോസ് ഈ കാലത്തെ സഭയെക്കുറിച്ചുള്ള ഒരു വലിയ ദർശനമാണ് നമ്മോട് അറിയിക്കുന്നത്. കറയുണ്ടാകരുത്, ചുളുക്കമുണ്ടാകരുത്, ശുദ്ധമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം. ഈ ഒരു അനുഭവത്തിൽ വരാൻ സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെ നാം ഉൾപ്പെട്ട സഭ ദൈവസഭയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഇന്ന് കറകളുടെ ഒരു ഘോഷയാത്രയല്ലേ നമ്മുടെ സഭ? ചുളുക്കം വല്ലാതെ ബാധിച്ചിരിക്കുന്നില്ലേ? ആത്മസന്തോഷം അനുഭവിക്കുവാൻ നമ്മുടെ സഭാ കൂട്ടായ്മകൾ പര്യാപ്തമാണോ? സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ നമ്മുടെ സഭാ കൂട്ടായ്മകൾ ഇന്നും വളർന്നിട്ടുണ്ടോ? നാം ഒന്ന് പരിശോധിക്കുക. സഭാസങ്കല്പത്തിൽ, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നാം സഭയെ പരിശോധിക്കുമ്പോൾ കറയില്ലാത്തതായിരിക്കണം ദൈവസഭയെന്ന് തിരുവചനം പറയുന്നു. ചുളുക്കം വരരുതെന്ന് പറയുന്നു. മാത്രവുമല്ല, നിഷ്കളങ്കമായിരിക്കണമെന്ന് പറയുന്നു, ശുദ്ധമായിരിക്കണമെന്ന് പറയുന്നു. അശുദ്ധിയിലും കളങ്കത്തിലും കറയിലും ചുളുക്കത്തിലും വ്യാപരിച്ച് മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഈ ലോകത്തിലെ ഇന്നത്തെ സഭാ വിശ്വാസങ്ങളോട്, സഭാപ്രത്യ ശാസ്ത്രങ്ങളോട് ദൈവത്തിൻ്റെ തിരുവചനം ആധികാരികമായി വിരൽ ചൂണ്ടുന്നത് ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെട്ട സഭ ദൈവദത്തമാണോ എന്നുള്ളൊരു പരിശോധനയ്ക്കുള്ള മുന്നറിയിപ്പാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ്യത്തിലാണ് നാം ഇത് ശ്രദ്ധിച്ചത്. അടുത്ത ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തന്നെ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യവും കൂടെ നമ്മോട് അറിയിക്കുന്നു. 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിന് ഉണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. ഫിലിപ്പിയിലുള്ള സഭയോട് നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നിഷ്കർഷിക്കുകയാണ്. ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്താണ്? ക്രിസ്തുയേശുവിലുള്ള ഭാവം ഒരു പഴഞ്ചൊല്ല്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തൊക്കെ വ്യാപകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ഒരു കുട്ടി ജനിക്കണം, അത് അത്യന്താപേക്ഷിതമാണ്, അത് അവിഭാജ്യ ഘടകമാണ്. ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യാവശ്യ ഘടകമാണ് സന്തതികൾ ഉണ്ടാകുക എന്നുള്ളത്. എന്നാൽ അതിൻ്റെ അർത്ഥം ഒരു കൺമണി ഉണ്ടായാൽ, ഒരു സന്തതി ജനിച്ചാൽ അത് അച്ഛനെ പോലെ തന്നെ ഇരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? അച്ഛനെ പോലെ ഇരിക്കണം. അച്ഛൻ ദുഷ്ടനാണെങ്കിൽ മകൻ ദുഷ്ടനാകണമെന്നാണോ അതിൻ്റെ അർത്ഥം?
അച്ഛൻ്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ ആദ്യത്തെ കൺമണി നഷ്ടപ്പെട്ടു പോയില്ലേ ഇങ്ങനെയാണെങ്കിൽ? ഒരിക്കലും അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം നാം ചിന്തിക്കേണ്ടത്. ആദ്യമായി ഉണ്ടാകുന്ന കൺമണി, അച്ഛന് പിറന്നവൻ, അപ്പൻ്റെ സ്വഭാവ ഗുണത്തോടു കൂടെ തന്നെ ഇരിക്കണം. ഈ ബന്ധത്തിൽ വിശുദ്ധ തിരുവചന പ്രകാരം സഭയോടുള്ള വീക്ഷണത്തിലൊന്ന് പരിശോധിച്ച് നോക്കൂ. ഈ ലോകത്തിൽ സഭയെ സൃഷ്ടിച്ചതാര്? സഭയെ വളർത്തുന്നതാര്? സഭയെ പരിപാലിക്കുന്നതാര്? സഭയെ ഇത്രത്തോളം നടത്തി ആത്മനേട്ടങ്ങൾ നടത്തുന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാര്? വലിയവനായി ദൈവമല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്, ഏദൻ തോട്ടത്തിൽ മണ്ണ് കൊണ്ട് ഒരു മനുഷ്യരൂപത്തെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ദൈവം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ജീവനുള്ള ദേഹിയായി ഈ മൺപ്രതിമ ആയിത്തീരുന്നതിന് മുമ്പ് അതിൻ്റെ പുറകോട്ട് നാം ഒന്ന് ചിന്തിച്ചാൽ ദൈവം പറയുന്നു, വരുവിൻ, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരവും മനുഷ്യനെ നിർമ്മിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഭൂമിയിലുണ്ടായ മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ദൈവത്തിൻ്റെ കരപല്ലവങ്ങളാൽ വിരചിതമായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്താൽ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സഭയും ദൈവത്തിൻ്റെ സ്വഭാവങ്ങളോട് കൂടിയതായിരിക്കണം. ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം പോലെ ആയിരിക്കണം. ദൈവത്തിൻ്റെ ഭാവം തന്നെ അവിടെയുമായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഭാവം എന്താ? യേശുക്രിസ്തുവിൻ്റെ ഭാവം, യേശുവിൻ്റെ മുഖമുദ്ര സ്നേഹവും ക്ഷമയും കാരുണ്യവും സഹതാപവും അനുകമ്പയും ആർദ്രതയും, ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഭാവങ്ങളാണ്. ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അത് തൻ്റെ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ നമുക്ക് നൽകുന്ന കാഴ്ചപ്പാട്, ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് സഭ എന്നെഴുതിയ രണ്ടക്ഷരത്തിൻ്റെ ബോർഡ് വെച്ചുള്ള പള്ളി കെട്ടിടമല്ല, മനുഷ്യരാൽ പണിതുയർത്തപ്പെട്ട ഒരു വലിയ ബിൽഡിംഗ് അല്ല ഇത്. വിശ്വസിച്ച് കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെയും ഏകഹൃദയവും ഏക മനസ്സുമുള്ള അനേകർ കടന്നു വരുന്ന വിശ്വസ്തരായ ദൈവമക്കളുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. 4 ചുവരുകൾ കൊണ്ട് തീർത്ത കെട്ടിടമല്ല സഭ. ഇന്നത്തെ ലോകത്തിൽ ഇതാണ് മനുഷ്യ സങ്കല്പം. വലിയ ഉയരമുള്ള പള്ളിയുണ്ടെങ്കിൽ, അനേകം ഉന്നതന്മാരടങ്ങിയ ഒരു കൂട്ടായ്മ സഭ ഉണ്ടെങ്കിൽ ഒരു പള്ളിയായി, ദൈവസഭയായി എന്നാണ് അർത്ഥം. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവസഭ എന്നാൽ ഇങ്ങനെ മനുഷ്യൻ പണിതുയർത്തിയ കെട്ടിടങ്ങൾക്ക് പുറമേ ഇതെല്ലാം കൂടി വരുവാനുള്ള ഒരു പ്രത്യേക സ്ഥലങ്ങളാണെന്ന് മാത്രം. ഇതിനു പുറമെ ദൈവം ആഗ്രഹിക്കുന്നത് കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, മാലിന്യം ഒട്ടുമില്ലാത്ത, യേശുക്രിസ്തുവിൻ്റെ ഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്ന നിർമ്മല ഹൃദയമുള്ള മനുഷ്യരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്കിൽ കറയില്ലാത്തൊരു സഭയേത്? ചുളുക്കമില്ലാത്ത ഒരു സഭയേത്? വാട്ടവും മാലിന്യവുമില്ലാത്ത ഒരു സഭയേത്? പരിശോധിക്കപ്പെടേണ്ട സമയമാണ്. അംഗബലം കൂടിയതുകൊണ്ട് ദൈവത്തിൻ്റെ സഭയാകുമോ? അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. കറയില്ലാത്തവരുടെ കൂട്ടം, ചുളുക്കമില്ലാത്തവരുടെ കൂട്ടം, മാലിന്യം ലവലേശം പോലും തീണ്ടിയിട്ടില്ലാത്തവരുടെ കൂട്ടം. അതുമാത്രമല്ല, തിരുവചനത്തിൽ പറയുന്നത് സത്യം സംസാരിക്കുമ്പോൾ അത് സ്നേഹത്തിൽ സംസാരിക്കപ്പെടുന്നവരുടെ കൂട്ടം. ഇങ്ങനെയാണ് സഭയെ സംബന്ധിച്ച് ദൈവം നമുക്ക് നൽകുന്ന കാഴ്ചപ്പാട് എങ്കിൽ നാം ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതാണ്. എന്ത് പുനഃപരിശോധനയാണ് നാം നടത്തേണ്ടത്? നാം ഇതുവരെ ചിന്തിച്ച വിഷയം, ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച സഭയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ അനേക മാർഗങ്ങളിൽ കൂടെ അത് ചിന്തിച്ചു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം എന്ത് ചിന്തിച്ചു? എങ്ങനെ സഭയെ ഉൾക്കൊണ്ടു? ആദിമ സഭയുടെ അനുഭവങ്ങളിൽ കൂടെ എങ്ങനെ ആയിരിക്കണം സഭ എന്ന് ദൈവം കാണിച്ചു തന്നു. അതിനു പുറമേ ഇപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ എങ്ങനെയായിരിക്കണമെന്ന്, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നു. ഇങ്ങനെ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളതിൻ്റെ കാരണം, യേശുക്രിസ്തു
തൻ്റെ തലയായി നിൽക്കുന്ന സഭ യേശുവിനെ പോലെ ഐക്യതയോടെ കറയോ ചുളുക്കമോ വാട്ടമോ ഇല്ലാത്ത അനുഭവത്തിലേക്കായിരിക്കും എന്നുള്ളതാണ്. ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തുടർന്നുള്ള അനേക കാര്യങ്ങളെ ഇനിയും ഗ്രഹിക്കേണ്ടതിനും ദൈവാത്മാവിൽ നമുക്ക് ശരണപ്പെടാം. ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ടായിരിക്കും. ഞാൻ നിൽക്കുന്ന സഭ അത് ശരിയോ? ഞാൻ നിൽക്കുന്ന കൂട്ടായ്മ ദൈവദത്തമോ? ഞാൻ ഇനിയും ആചരിക്കപ്പെടുന്ന കാര്യങ്ങൾ ദൈവികമോ എന്ന് ഒരുപക്ഷെ ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകാം. തീർച്ചയായും സംശയിക്കപ്പെടണം. എൻ്റെ ആരാധനയും എൻ്റെ കൂട്ടായ്മകളും ശരിയായിട്ടുള്ളതോ? ഈ സംശയവും ചോദ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൻ്റെ നിർദ്ദേശത്തിനു വേണ്ടി ഇനിയും നമുക്ക് ഒരുങ്ങാം, അതിനെ കാത്തിരിക്കാം. വീണ്ടും നിങ്ങളോടൊപ്പം തിരുവചനം സംസാരിപ്പാൻ ഞാൻ കടന്നു വരും. ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, തിരുവചനപ്രകാരം വിലപ്പെട്ട സത്യങ്ങളെ ഞങ്ങൾക്ക് ഉണർത്തിച്ചു തന്നതിന് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കറയോ ചുളുക്കമോ വാട്ടമോ ഇല്ലാത്ത ഒരു സഭാ കൂട്ടായ്മ, ഒരു ദൈവത്തിൻ്റെ സഭ, അത് എവിടെയാണ് നാഥ? ഈ ഭൂമിയിൽ ഞങ്ങൾക്കത് അന്വേഷിപ്പാൻ പ്രാപ്തിയുണ്ടോ? ഞങ്ങളും അപ്രകാരം സഭയുടെ അംഗമായിരിക്കുന്നുവോ? ഇതൊന്ന് പരിശോധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യഥാർത്ഥ ദൈവിക സഭാ സങ്കല്പത്തിൽ കൂടെ, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ കൂടെ ഞങ്ങൾ വളർന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. യഥാർത്ഥ സത്യത്തിലേക്ക് അങ്ങ് ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ ശ്രേഷ്ഠമായ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.